ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ നമ്മൾ മുൻപ് അബുസർ എന്ന് പറഞ്ഞിട്ടൊരു വാട്സപ്പ് ബോട്ട് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബോട്ട് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ഹീറോku അക്കൗണ്ടിൽ ഡിപ്ലോയ് കൊടുക്കുമ്പോൾ എറർ കാണിക്കുന്നുണ്ട്. ആ പ്രോബ്ലം എങ്ങനെ സോൾവ് ചെയ്യാമെന്നാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ വാട്സപ്പ് ബോട്ട് ക്രിയേറ്റ് ചെയ്യാൻ അറിയാത്തവരുണ്ടെങ്കിൽ ഞാൻ ആ വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് കാണാവുന്നതാണ്. അപ്പോൾ ഡിപ്ലോയ് കൊടുക്കുന്ന സമയത്ത്, അതായത് വാട്സപ്പ് സ്കാനൊക്കെ ചെയ്തിട്ട് സെക്ഷൻ ലിങ്കൊക്കെ കൊടുത്ത് ഈ ഹീറോku ഡിപ്ലോയ് എന്ന ഭാഗം ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്കിവിടെ റെഡ് കളറിൽ റെപ്പോസിറ്ററി ലിങ്ക് ബാൻ ചെയ്ത പോലെ എഴുതി കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇതെങ്ങനെ സോൾവ് ചെയ്യാമെന്നാണ് നോക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമുക്ക് ഈ ഒരു സ്ക്രീനിൽ കാണുന്ന പോലെ റെപ്പോസിറ്ററി ലിങ്ക്, ഈ ഒരു ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുക. നിങ്ങൾ അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ 3 ഡോട്ട് ക്ലിക്ക് ചെയ്യുക. അതായത് ക്രോം ബ്രൗസറിൽ ഓപ്പണായി വരിക. 3 ഡോട്ട് ക്ലിക്ക് ചെയ്തിട്ട് ഡെസ്ക് ടോപ്പ് സൈറ്റ് എന്ന് പറഞ്ഞാൽ ഈ ഒരു മോഡിലിടുക. അപ്പോൾ ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആവും നിങ്ങൾക്ക് കിട്ടുക. ഇനി നിങ്ങൾ ചെയ്യേണ്ടത്, ഇവിടെ റൈറ്റ് സൈഡിൽ മുകളിലായിട്ട് നിങ്ങൾക്ക് ഫോർക്ക് എന്ന് പറഞ്ഞിട്ട് ഒരു ഭാഗം കാണാം. റൈറ്റ് സൈഡിലോട്ട് പോയി കഴിഞ്ഞാൽ മുകളിൽ കാണാം. അതുമ്പോൾ ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ഗ്രീൻ കളറിൽ ഫോർക്ക് ചെയ്യാനുള്ള ഒരു ബട്ടൺ കാണാൻ പറ്റും. ആ ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്യാം. വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ആ ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു റെപ്പോ വേറൊരാളുടെയാണ്. അപ്പോൾ നമ്മൾ ഇത് ഫോർക്ക് ചെയ്യുമ്പോൾ ഈ ഒരു റെപ്പോൻ്റെ ഗിറ്റ് ഐ ഡി നമ്മുടെ ഐ ഡി ആയിട്ട് കണക്റ്റഡ് ആവും. ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും, മുൻപ് വേറെ ആയിരുന്നു, ഇപ്പോൾ എൻ്റെ ഗിറ്റ് ഐ ഡിയാണ് കണക്ട് ചെയ്തിട്ടുള്ളത്. ഇനി എന്താ ചെയ്യേണ്ടത് വെച്ചാൽ അടിയിലോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ 1 2 3 എന്ന് പറഞ്ഞ സ്റ്റെപ്പിൻ്റെ അടിയിൽ 5 കഴിഞ്ഞിട്ടൊരു ലിങ്ക് നിങ്ങൾക്ക് കാണാൻ പറ്റും. ആ ഒരു ലിങ്ക് കോപ്പി ചെയ്യാം. ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് കോപ്പി ചെയ്താൽ മതി. നിങ്ങൾക്ക് കോപ്പി ചെയ്തിട്ട് നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നോട്ട് പാഡ് അല്ലെങ്കിൽ നിങ്ങൾ വാട്സപ്പിൽ കോൺടാക്റ്റാ അല്ലെങ്കിൽ നോട്ട് പാഡിലാട്ടും ഈ ഒരു ലിങ്ക് പേസ്റ്റ് ചെയ്യുക. എന്നിട്ട് ഈ ലിങ്ക് നമ്മൾ എഡിറ്റ് ചെയ്യണം. അപ്പോൾ അതിനായിട്ട് ഞാൻ വാട്സപ്പ് എടുക്കുന്നുണ്ട്. വാട്സപ്പിൽ ഈ ഒരു ലിങ്ക് പേസ്റ്റ് ചെയ്യാണ്. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഏറ്റവും അവസാനം അബുസർ എന്ന് പറഞ്ഞ ബോട്ടിൻ്റെ തൊട്ട് മുൻപായിട്ട് സ്ലാഷിൻ്റെ അടുത്തായിട്ട് ഗിറ്റ് ഐ ഡി കാണാൻ പറ്റും. അവിടെ നമ്മുടെ ഗിറ്റ് ഐ ഡിൻ്റെ നെയിം അടിച്ചു കൊടുക്കുക. ഇതിപ്പോൾ ഫോർക്ക് ചെയ്തപ്പോൾ എൻ്റെ കിറ്റ് ഐ ഡി ആണ് ഇവിടെ വന്നിട്ടുള്ളത്. ഈ ഒരു ഷാസ് 05 എന്നുള്ളതാണ് ഞാനിവിടെ അടിച്ചു കൊടുക്കുന്നത്. അതിനായിട്ട് AFX അബു എന്നുള്ളത് കളഞ്ഞിട്ട് നമ്മുടെ ഗിറ്റ് ഐ ഡി നെയിം അവിടെ കറക്റ്റായിട്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ സെൻഡ് കൊടുക്കുക. അപ്പോൾ നമുക്കൊരു ലിങ്ക് കിട്ടും. ഈ ഒരു ലിങ്ക് വെച്ചിട്ടാണ് നമ്മൾ ഡിപ്ലോയ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ മുൻപത്തെ ലിങ്ക് ബാനിഡ് ആയതുകൊണ്ട് നമുക്ക് ഡിപ്ലോയ് ചെയ്യാൻ സാധിക്കാതെ, അപ്പോൾ ഈ ഒരു ലിങ്കിൽ നമ്മുടെ ഗിറ്റ് ഐ ഡി നെയിം ആക്കി കൊടുക്കുകയാണെങ്കിൽ നമുക്ക് സുഖമായിട്ട് ഡിപ്ലോയ് ചെയ്യാൻ പറ്റും. ഈ ഒരു ലിങ്ക് എഡിറ്റ് ചെയ്തതിന് ശേഷം സെൻഡ് അടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ബോട്ട് ഡിപ്ലോയ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹീറോku അക്കൗണ്ടിലേക്ക് പോവുക. അവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും നമ്മുടെ ഗിറ്റ് ഐ ഡി ആയിട്ട് ഈ ഒരു റെപ്പോ ലിങ്ക് ആയിട്ടുണ്ട്. കണ്ട, നിങ്ങൾക്ക് ഇവിടെ പേര് എഴുതി കാണാൻ പറ്റും. നമ്മുടെ ഗിറ്റ് ഐ ഡിൻ്റെ നെയിം ഇവിടെ കാണാൻ പറ്റും. ഇനി നമുക്ക് സാധാരണ ഫോമൊക്കെ ഫില്ല് ചെയ്യണ പോലെ ആപ്പ് നെയിമൊക്കെ കൊടുത്തിട്ട് സെക്ഷൻ ലിങ്ക്, അതായത് വാട്സപ്പ് സ്കാൻ ചെയ്ത സെക്ഷൻ ലിങ്കൊക്കെ ഇതിൽ കൊടുത്തിട്ട് ഡിപ്ലോയ് ചെയ്യാൻ പറ്റും. ഇനി എറർ ഒന്നും ഉണ്ടാവില്ല. ഈ എറർ സംഭവിക്കുന്നതിൻ്റെ പ്രധാന കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു റെപ്പോസിറ്ററി ലിങ്കിൽ തന്നെ ഒരുപാട് ഫോർക്ക് വരുന്നത് കൊണ്ടാണ്. പല ആൾക്കാരും ഫോർക്ക് ചെയ്തിട്ട് വാട്സപ്പ് ബോട്ട് യൂസ് ചെയ്യുമ്പോഴാണ് ഹീറോku അക്കൗണ്ടിൽ നിന്ന് ബാൻ ചെയ്യണത്. അപ്പോൾ ഞാൻ ചുമ്മാ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് ജസ്റ്റ് എല്ലാ ഫോമിൽ ചുമ്മാ ഫോം ഫില്ല് ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്നിട്ട് ഡിപ്ലോയ് ചെയ്ത് കാണിച്ച് തരുന്നുണ്ട്. എറർ ഉണ്ടായില്ല എന്ന് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. അപ്പോൾ നിങ്ങൾ കറക്റ്റായിട്ട് ഫോമൊക്കെ ഫില്ല് ചെയ്തിട്ട് ഡിപ്ലോയ് ചെയ്തിട്ട് വാട്സപ്പ് ബോട്ടിനെ ഉപയോഗിക്കാവുന്നതാണ്. പിന്നെ നിങ്ങൾക്കുള്ളൊരു ഡൗട്ടാണ്, വാട്സപ്പ് ബോട്ട് സ്കാൻ ചെയ്യുന്ന സമയത്ത് സ്കാൻ ആവുന്നില്ല, എറർ കാണിക്കുന്നുണ്ടെന്ന്. അത് ബിസിനസ് വാട്സപ്പ് അക്കൗണ്ടിൽ പുതിയ അപ്ഡേറ്റ് വന്നപ്പോൾ ബിസിനസ് അക്കൗണ്ടിൻ്റെ പുതിയ അപ്ഡേറ്റ് വന്നതിൻ്റെ ചെറിയ പ്രശ്നമാണ്. അത് എന്തായാലും പെട്ടെന്ന് മാറിക്കോളും. നിങ്ങൾ ബിസിനസ് വാട്സപ്പ് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലുമൊക്കെ വാട്സപ്പിൽ ബോട്ട് ഇൻസ്റ്റാൾ ചെയ്താൽ മതി. പിന്നെ ഒറിജിനൽ, അതായത് വാട്സപ്പ് മെസ്സഞ്ചറിൽ നിങ്ങൾക്ക് ബോട്ട് യൂസ് ചെയ്യണമെങ്കിൽ കുഴപ്പമൊന്നുമില്ല. പക്ഷെ സ്വന്തം റിസ്കിൽ ചെയ്യുക. ബാനായി പോകുമെന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്. ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്, എനിക്കിതുവരെ ബാനൊന്നും കിട്ടിയിട്ടില്ല. അപ്പോൾ നിങ്ങൾ സ്വന്തം റിസ്കിൽ വേണമെങ്കിൽ വാട്സപ്പ് ബോട്ട് ഇൻസ്റ്റാൾ ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ കണ്ടില്ലേ. ഇനി നിങ്ങൾക്ക് ഈ ഒരു റെപ്പോസിറ്ററി ലിങ്കിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ, അതായത് ഫോർക്ക് ചെയ്യുന്ന സമയത്ത് ഫോർക്ക് കാണിക്കാണ്ട് ഇങ്ങനെ ഒരു ഓപ്ഷനാണ് കാണിക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ സ്ക്രീനിൽ കാണുന്ന പോലെ ഫോർക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ ഓൾറെഡി ഫോർക്ക് ചെയ്തുകൊണ്ടാണ് ഇങ്ങനൊരു സ്ക്രീനിൽ കാണുന്ന പോലെ ഓപ്ഷനിൽ കാണുന്നത്. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ടോപ്പിലായിട്ട് ഈ സൈഡിൽ മുകളിൽ നമ്മുടെ പ്രൊഫൈലിൻ്റെ ഐക്കൺ കാണാം. അതിൽ ക്ലിക്ക് ചെയ്തിട്ട് യുവർ പ്രൊഫൈൽ എന്ന് പറഞ്ഞ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഗിറ്റ് ഐ ഡി ഓപ്പൺ ആയി വരും. ഇതിൽ നിങ്ങൾക്ക് നമ്മുടെ
ഫോർക്ക് ചെയ്തതിൻ്റെ നമ്മുടെ ബോട്ടിൻ്റെ നെയിം കാണാൻ പറ്റും, അബൂസർ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നിങ്ങളുടെ ബോട്ട് നെയിമിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ റെപ്പോ കാണാം. ഈ ഒരു റെപ്പോ നമുക്ക് ഓൾറെഡി ഫോർക്ക് ചെയ്തുകൊണ്ടാണ് വീണ്ടും ഫോർക്ക് ആവാതെ. അപ്പോൾ ഈ ഒരു റെപ്പോ വീണ്ടും ഫോർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ഡിലീറ്റ് ചെയ്യുക. അതിനായിട്ട് സൈഡിലോട്ട് പോവുക. സൈഡിലോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ സെറ്റിങ്സ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കാണാൻ പറ്റും. അപ്പോൾ അധികം പേർക്ക് ഈ ഒരു കാര്യം അറിയില്ല. അപ്പോൾ എങ്ങനെ ഡിലീറ്റ് ചെയ്യാമെന്നുള്ളത് റെപ്പോ ഓപ്പൺ ചെയ്തിട്ട് ഫോർക്ക് ചെയ്തതിന് ശേഷം പറ്റുള്ളൂ. സെറ്റിങ്സിൽ ക്ലിക്ക് ചെയ്തിട്ട് അടിയിലോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ റെപ്പോ ഡിലീറ്റ് ചെയ്യുന്ന ഒരു ഓപ്ഷൻ കാണാൻ പറ്റും. അപ്പോൾ ജസ്റ്റ് അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ ഗിറ്റബ് ഐഡിയും പിന്നെ ബോട്ടിൻ്റെ പേരും ഈ ലാസ്റ്റ് കാണുന്നതൊന്ന് കോപ്പി ചെയ്യുക. കോപ്പി ചെയ്തിട്ട് ഈ ഒരു ബോക്സിൽ പേസ്റ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ അടിയിൽ ഡിലീറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ കാണും. അപ്പോൾ അങ്ങനെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു റെപ്പ് നമ്മൾ ഫോർക്ക് ചെയ്ത് നമ്മുടെ ഗിറ്റ് ഐ ഡിയിൽ നിന്ന് ഡിലീറ്റ് ആവുന്നതാണ്. അപ്പോൾ ഇത് അറിയാത്തവരുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യുക. ഇനി വേണമെങ്കിൽ നമുക്ക് രണ്ടാമത് ഫോർക്ക് ചെയ്തിട്ട് ബോട്ടിനെ യൂസ് ചെയ്യാവുന്നതാണ്. ഇതേപോലെ തന്നെ നമ്മൾ ഫോർക്ക് ചെയ്തിട്ട് എഡിറ്റ് ചെയ്യാൻ നോക്കും ബോട്ടിനെ. അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ ഇങ്ങനെ ഡിലീറ്റ് ചെയ്യാവുന്നതാണ്, എന്നിട്ട് രണ്ടാമത് ഫോർക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു, എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഒന്നുകൂടെ പറഞ്ഞു തരാം. അതായത് നമ്മുടെ ഈ ഒരു റെപ്പോസിറ്ററി ലിങ്ക് ഞാൻ വീഡിയോക്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വെക്കും. അതിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് 3 ഡോട്ട് മുകളിൽ കാണുന്ന 3 ഡോട്ട് ക്ലിക്ക് ചെയ്ത് ഡെസ്ക് ടോപ്പ് സൈറ്റ് ഇട്ടതിന് ശേഷം ഇവിടെ ഫോർക്ക് എന്ന് പറഞ്ഞ ഒരു ഭാഗം കാണാം. ആ ഒരു ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തിട്ട് ഫോർക്ക് പച്ച ഗ്രീൻ കളറിൽ ഫോർക്ക് ചെയ്യാനുള്ള ഒരു ബട്ടൺ കാണാം. അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ലിങ്ക് ആവും. ലിങ്ക് ആയി കഴിഞ്ഞാൽ അടിയിലോട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ആയിട്ട് 1 2 3 എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഒരു ലിങ്ക് കാണാൻ പറ്റും. ഈ ഒരു ലിങ്ക് കോപ്പി ചെയ്യുക. നമ്മുടെ നോട്ട് പാഡ് അല്ലെങ്കിൽ വാട്സപ്പ് അക്കൗണ്ടിൽ ആ ഒരു ലിങ്ക് പേസ്റ്റ് ചെയ്തതിന് ശേഷം ആ ഒരു ലിങ്കിൻ്റെ ഏറ്റവും താഴത്തായിട്ട് ബോട്ടിൻ്റെ പേരുണ്ടാവും. അതിൻ്റെ തൊട്ട് മുന്നേ സ്ലാഷിൻ്റെ ഇപ്പുറത്തായിട്ട് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന പോലെ ഈ ഒരു ഭാഗം കളഞ്ഞിട്ട് സ്ലാഷ് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ഗിറ്റ് ഐ ഡി നെയിം അവിടെ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യല്ല, എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം സെൻഡ് അടിച്ച് കൊടുക്കുക. എന്നിട്ട് ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ബോട്ടിനെ ഡിപ്ലോയ് ചെയ്യുക. എന്തായാലും വർക്കിംഗ് ആവും. വർക്കിംഗ് ആയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളെ ആ ഒരു റെപ്പോസിറ്ററി ലിങ്കും ഹീറോക്കു അക്കൗണ്ടിൽ നിന്ന് ബാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ രണ്ടാമതൊരു ഗിറ്റ് ഐ ഡി അക്കൗണ്ട് എടുക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും സപ്പോർട്ട് വേണമെന്നുണ്ടെങ്കിൽ ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ടെലിഗ്രാമിൽ മെസ്സേജ് ആയി ഞാൻ ഫ്രീ ആകുമ്പോൾ നിങ്ങൾക്ക് റീപ്ലൈ തരുന്നതാണ്. അപ്പോൾ ഇതുപോലത്തെ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് പിന്നെയും കാണാം.